ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം ഒരു പ്രത്യേകമായ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ, അതെൻ്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഈ പ്രഭാതം ആരംഭിക്കുന്നത് വളരെ സന്തോഷത്തോടുകൂടി ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നാം പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? അതിങ്ങനെയാണ്, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. അത് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ നിന്നായിരുന്നു. ചാപ്റ്റർ 2 verse 1, 2-ാം അധ്യായം 1-ാം വാക്യമായിരുന്നു. The letter to the Hebrews chapter 2 verse 1 ആണ്. അത് നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്നായിരുന്നു ആ വചനം പറഞ്ഞത്. നിങ്ങൾ ഒന്നുകൂടെ എടുത്ത് വായിക്കണം, അത് പഠിക്കണം, ആ വചനം പഠിക്കണം, കൂടുതൽ ദൈവവചനത്തിൽ ശ്രദ്ധിക്കണം. ദൈവവചനത്തോടെ നമ്മുടെ ദിവസം ആരംഭിച്ചാൽ ആ ദിവസം ഏറ്റവും മനോഹരമായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇന്ന് നാം പഠിക്കുന്ന ആ വചനം, ഒരു പുതിയ വചനം നാം പഠിക്കുകയാണ്. വചനം ഇതാണ്: The letter of Saint Paul to Timothy, the second letter of Saint Paul to Timothy, chapter 3 verse 16. 2 Timothy chapter 3 verse 16. അത് പറയുന്നത് ഇതാണ്: ദൈവവചനമല്ല. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം പറയുന്നത് ഇതാണ്: ദൈവവചനമെല്ലാം, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും തെറ്റുതിരുത്തലിനും ശാസനത്തിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. All scripture is inspired by God and is useful for teaching, for reproof, for correction, and for training in righteousness. All scripture is inspired by God and is useful for teaching, for reproof, for correction, and for teaching in righteousness. ഈ ദൈവവചനം ദൈവനിവേശിതമായതുകൊണ്ട് അത് വായിക്കുമ്പോഴും അത് പഠിക്കുമ്പോഴും അത് കേൾക്കുമ്പോഴും തന്നെ നമ്മുടെ ഉള്ളിൽ, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ ഓർക്കുന്നില്ലേ? അവരോട് ഈശോ വചനങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അവരുടെ ഹൃദയം ജ്വലിച്ചിരുന്നു എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ദൈവവചനങ്ങൾ പ്രഘോഷിക്കപ്പെടുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ, ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കും. ഒരു പുതിയ ജീവൻ നമുക്ക് ലഭിക്കും. കാരണം ഇത് ദൈവവചനമാണ്. ദൈവവചനമായതുകൊണ്ട് ഒരു പുതുജീവൻ നമുക്ക് അത് വായിക്കുമ്പോൾ, ശ്രദ്ധയോടെ വിശ്വാസത്തോടെ വായിക്കുമ്പോൾ ഒരു പുതുജീവൻ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാനും അത് വായിക്കാനും അത് മനസ്സിലാക്കുവാനും അതിൽ ജീവിക്കാനും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ.